വായ അങ്ങനെ അങ്ങോട്ട് തുറക്കാതെ ഈച്ച കയറിപ്പോ. ആ എനിക്ക് ഇപ്പഴേ ഉറപ്പായത് വായ നോക്കിയാണെന്ന്. വാ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ. എങ്ങനെയാ കൊടുക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങിതാ വാ 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 വാ. മോള് കുട്ടി. എന്തിനായാലും നേരത്തെ കാലത്ത് ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട. ഞാൻ സന്യസിക്കാനാ പോണേ. ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാമല്ലോ. ശരി, ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉണ്ട് ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാ. ഇപ്പൊ നോക്കിയാലും ഒരു പ്രസവക്കാര്യം പറിച്ചില്ല. അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം. പിന്നെന്താ ഇപ്പൊ വേണ്ടേ? കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ്. എങ്ങോട്ടെ? ആരുടെ സമൻസ്? കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട്, അറിയോ? അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി? അതിപ്പോ ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റിയ? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻ്റെത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭം ഇത്. ഡൽഹി പോണം. ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗാ. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷെ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവളൊരു പ്രശ്ന അല്ലേ? ഒരു തലവേദന? അയ്യോ, ഞാൻ അതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. നിർത്ത്, സ്റ്റോപ്പ്, അല്ലെങ്കിൽ എന്നെ കാറ് കയറ്റി കൊല്ലടാ. ദുർഭരണം നടത്തിയ സർ CP രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ CPയുടെ മൂക്ക് മാത്രല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ? പറയടാ, ഞാൻ ആരാന്ന്. ഇവൻ ഏതാ? ഉണ്ണി സാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാ? ആരാന്ന നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ചാ ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കടക്കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും. സോറി, പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കീച്ച അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയടാ. എടാ പറയാൻ മാറി എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ നത്തുമോറ? എന്താ നീ ചെയ്യാതെ? നീ പോട കഷണ്ടി കഴിവേരുടെ കുഞ്ഞുമോനെ. എടാ പുല്ലേ, എന്നെ പിടിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത്, അറിയോ? സാർ, ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ, ഇവൻ വീട്ടു മാഷേ, എനിക്ക് ഇയാളുടെ 4 വർത്താനം പറയാം. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മുക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ, വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു വന്നിരിക്കട്ടെ. മാഷ് എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കും അല്ലേ? അയാള് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഇത്തരം മുട്ടുമ കൊഞ്ഞെണ്ണം കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്ന് മാഷെ പറഞ്ഞു കൊടുക്ക് മാഷേ. ഞാൻ പറഞ്ഞു മിണ്ടി പോരുത് നീ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ. എടോ, എവിടെപ്പാ? ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് ഓടോ. വിളിച്ചോണ്ട് വരണതാ. ആര് വരും? അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്കാ, അറിയോ? ഓറഞ്ചട്ട നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോ എന്ന്.
മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും. നോ, നെവർ. ദാറ്റ് ഇസ് റബിഷ്. പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. ഉണ്ണി എന്തെങ്കിലും? ഏയ്, ഉണ്ണിയല്ല, ആരായാലും. ഞാൻ പൊതുവെ പറഞ്ഞെന്നേ ഉള്ളൂ. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14 തീയതി വീടും പറമ്പ് ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ. വഴിയൊക്കെ ഉണ്ട്. പോയി കളിടാ. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാ. ആരോടാ? മൂത്ത മോനോട്. അല്ലാതാടാ, അവര് ബുദ്ധിപൂർവ്വമല്ലയോ ശ്രീധനൊന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പറ. എന്താടാ? കോമ്പസിഷൻ. ആ, വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതില്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണനാ. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്നും പറഞ്ഞ് കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും നടക്കണമെങ്കിൽ അവനവന് വഴി. അത് തന്നെ അടുത്ത വഴി. CPക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ. മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കുക. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോടൊരു വാക്ക് ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ. സ്വയം പൊക്കി പറയൊന്നുമല്ല. കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല. റിയലി ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ, ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈ നീട്ടിട്ടില്ല. കിടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ. ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നേക്ക് അഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീധനായിട്ട് കരുതണ്ട, കടമാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനമല്ല, കടുവല്ല. എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ. ഞാനീ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്റെ മോൻ വേദനിക്കാൻ ഇടയാകരുത്. ഇന്ന് ഏതാണ്ട് ഒരു കോളത്ത മട്ടുണ്ടല്ലോ. നീ ഐസ് ക്യൂബ്സ് ഇട്. ഓർക്കാപ്പുറത്തൊരു ബിസിനസ് ലക്ക് എന്നല്ലാതെ എന്ത് പറയാനാ. 1 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ഉറപ്പിച്ചു, ചെക്കും കൊടുത്തു. ഫോർ യുവർ ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. ഓ, 10 ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. എന്നാലും ലാഭ. റിയലി ഐ എം പ്രൗഡ് ഓഫ് യു. യു ആർ വെരി വെരി ലക്കി. തുടങ്ങിയപ്പോ തന്നെ നല്ല പൂസായ മട്ടുണ്ടല്ലോ. യു ആർ റൈറ്റ്. ഞാൻ ഇന്ന് നല്ല ഫോമില. എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു. നിന്നെ ഓർത്ത് കണ്ണുമടച്ച് ഞാൻ കൊടുത്തു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും. അച്ഛാ, അച്ഛാ, 1 ലക്ഷം രൂപ ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ. വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധനം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം. അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പും മേലെ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ട മനസ്സില്ല. എനിക്ക് വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശിന് ആവശ്യം വന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ വിൽക്കും. അച്ഛൻ മനസാക്ഷി ഇല്ലാത്തവരാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട്, അറിയോ?
സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി വേണ്ട, ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഉണ്ണി ഉണ്ണികൃഷ്ണ, ഞാൻ പോവുക. പണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല, ഇവിടെ നിൽക്കാൻ വയ്യ. മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ. ദയവീയെ തന്നെ അന്വേഷിക്കരുത്. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എൻ്റെ മോൾക്ക് നീ ചേട്ടൻ മാത്രമല്ല, അച്ഛൻ കൂടാ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും. എവിടെ ആയാലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും. വരൂടാ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എല്ലാം കേട്ടു നിന്നു. എനിക്ക് അച്ഛനെ കാണണം, മാപ്പ് ചോദിക്കണം, അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടൊട്ട് ഫലമുണ്ടാവില്ല. പോരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരവസരം കൊടുക്കാന്നല്ലാതെ. വേണ്ടടാ, നമുക്ക് അങ്ങോട്ട് സഹിക്കാം. സഹിച്ചല്ലേ പറ്റൂ. കരയണ്ട കരയണ്ട കരയണ്ട. അയ്യോ കരയണ്ടേ. കരയണ്ട കരയണ്ട. അച്ഛനല്ല ചേട്ടൻ. അച്ഛനല്ല ചേട്ടൻ. ചേട്ടൻ ചേട്ടൻ. അച്ഛനല്ല ചേട്ടൻ. ചേട്ടൻ. ചേട്ടച്ച 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 ചേട്ടച്ച. കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യവും. 7-8 കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വരപിള്ളച്ചേട്ടൻ പൊടിയും തട്ടിയൊക്കെ പോയത്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഇരുപോശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അപ്പൊ ഉണ്ണി തന്നെ ചേട്ടത്തിൽ തന്നെ പറ എന്താ വേണ്ടേ. എന്താ വേണ്ടെന്ന് വെച്ചാ എരിശ്ശേരിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല, മുഴുവൻ പുളിശ്ശേരിയായി കളയും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടി വറുക്കുന്ന അയാള്. എന്റെ പൊന്നു വാര്യർ സാറേ, ഈ ചേട്ടച്ചനോട് ഒന്ന് പറ, ഈശ്വരപിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യയൊക്കെ നടത്തി കൊടുക്കാൻ. ദേ ഈ വർമ്മ സാറിന്റെ മോളുടെ കല്യാണം മറ്റന്നാളാ. എടോ അത് തന്നെയാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായിട്ടും ഉണ്ണിക്ക് എങ്ങനെയല്ല അതേ നായി വരും. ഇയാൾക്ക് അങ്ങോട്ട് ഒരു ധൈര്യം വരുന്നില്ല. വർമ്മ സാറ് പേടിക്കണ്ട, ഈശ്വരപിള്ള ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ഛൻ ഉണ്ടാവും. ചേട്ടച്ചൻ ഉണ്ടാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നെ കൂടെ പുകയ്ക്കരുത്. പുകഞ്ഞാലും നമ്മൾ നാറത്തില്ല, അതിലെനിക്ക് ധൈര്യമുണ്ട്. വർമ്മ സാറ് പോയിക്കോ. ഈശ്വരപിള്ള ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട. ഈ ചേട്ടച്ചൻ ഈശ്വരപിള്ള ചേട്ടൻ തന്നെയാ. അതെ, അത് തന്നെയാ കൈപുണ്യം. മക്കളായാൽ ഇങ്ങനെ തന്തയ്ക്ക് പിറക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. തരട്ടെ. പിന്നെ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളെ? ഉണ്ണി ഉണ്ണി. ആഹാ, ഞാൻ വിളിച്ചൊന്നും ഉണ്ണി കേട്ടില്ലേ? എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഫേസ് ചെയ്യാനാ ഞാൻ വന്നത്.
നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര. ഈ കുഞ്ഞ്, 1,00,000 രൂപ, പിന്നെ ഞാനിപ്പോൾ ഒരടുപ്പി തീ കൂട്ടാൻ പോവാ. എവിടെയാ? എന്റെ മനസ്സിലാണോ? മോക്ക് പേരിട്ടോ? ഇല്ല, ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം. എനിക്കറിയാം. എന്നാ പറ. മീരാന്നോ? മീനാക്ഷി. മീനാക്ഷി. മീനാക്ഷി കൊള്ളാം, എനിക്കിഷ്ടായി. നമ്മുടെ മോക്കിടാനിരുന്ന പേരാ. മീനാക്ഷി, ഇതാരാ നോക്കി? ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. കുറച്ച് കഴിയുമ്പോ അതിന് ദേഷ്യം. ഉണ്ണി എന്തായി പറയുന്നേ? മീര പൊയ്ക്കോ. ഉണ്ണി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കുകയും വേണ്ട. ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം. എന്തിനാ? 1,00,000 അല്ല ഉണ്ണി, 1 ആയുസ്സാ വലുത്. കാണോ? കാണാം. ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 1,00,000 രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോ ഞാൻ സ്വാർത്ഥന, സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൺ ഡിനൈ ഇറ്റ്. യു കാൺ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം. മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിന് ഉണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. കരയണ്ട കരയണ്ട കരയണ്ട. ഉണ്ണി, ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചെറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക്. എന്റെ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീരെ എനിക്ക് വിട്ടുതരണം. എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ. അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതെ. അതിനുവേണ്ടി ഇപ്പൊ കാലം പാടിയാൽ മതി. അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കുന്നത് നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്. പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ? അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ? പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാ നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1,00,000 രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം. അതാ അതിന്റെ ന്യായം. അല്ലാതെ കൊമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ, വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തനി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്. അത് വീട്ടാൻ ഞാൻ കെട്ടിക്കൊള്ളാം. തനി കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി. നീ അതിന് കരയിക്കാതെ. എന്നോട് തന്നെയുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്?
കുഞ്ഞിന് നല്ല സുഖമല്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം, ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കിട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ? എനിക്കത് ആലോചിക്കും കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല. എനിക്കത് ഇഷ്ടമല്ല.